ഈജിപ്തിലെ രാജാക്കന്മാർ, അതായത് ഫറോവകളുടെ ഭീകരമായ ശവകുടീരമാണ് പിരമിഡുകൾ. ഏകദേശം 4000 വർഷം മുൻപാണ് പിരമിഡുകൾ ഉണ്ടായത്. അസ്വ എന്ന സ്ഥലത്തും മറ്റും നിന്നാണ് ഈ പിരമിഡുകൾക്ക് ആവശ്യമായിട്ടുള്ള കല്ലുകൾ കൊണ്ടുവന്നത്. 3rd ഡൈനാസ്റ്റി മുതൽ 6th ഡൈനാസ്റ്റി വരെ ഈ ഒരു പിരമിഡിൻ്റെ നിർമ്മാണം ഭയങ്കര തീവ്രതയിലായിരുന്നു. പണ്ടത്തെ ഈജിപ്തിലുള്ള ആൾക്കാർ അവരുടെ രാജാവിനെ ദൈവതുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ മഹത്വം കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് ഒരു പൊതു താല്പര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഷേപ്പ് ഈ ഒരു ശവകുടീരത്തിന്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കോണാകൃതിയിലുള്ള വശങ്ങൾ സൂര്യകിരണങ്ങളെയാണ് പ്രതീകപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച്, അതായത് ദേവന്മാരോട്, അതിൽ തന്നെ സൂര്യദേവൻ്റെ പേരാണ് റാ എന്ന് പറയുന്നത്. ആ റായായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം അവരുണ്ടാക്കിയത്. ഇത് അവരുടെ ഒരു വിശ്വാസമാണ്. ഓക്കെ, ആത്മാവിനെ ശരിയായിട്ട് പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവർ മമ്മിയാക്കുന്നുണ്ട്. പിന്നെ മരണാന്തര ജീവിതത്തിൽ അവർക്ക് വേണ്ട പല സാധനങ്ങളും അവർ കൂടെ അടക്കം ചെയ്യും. അതായത് സ്വർണ്ണപാത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ഫർണിച്ചറുകൾ, ചിലപ്പോൾ അവരുടെ അടിമകളെ വരെ അവർ കൂടെ കൊണ്ടുവന്നാണ് പറയുന്നത്. അങ്ങനെ പിരമിഡുകൾ മരിച്ച രാജാവിൻ്റെ ആരാധനയുടെ കേന്ദ്രമായി മാറി. പിന്നെ ഈ രാജാവിൻ്റെ സമ്പത്ത് അടക്കം ചെയ്ത ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പുരോഹിതന്മാർക്കൊക്കെ നൽകുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും.